ഹലോ ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുൽത്താൻ ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞങ്ങളിന്ന് ഒരു ചെറിയ ട്രാവലിംഗ് വ്ളോഗ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, നമ്മളെ പുതിയ ചാനലിലേക്കുള്ള പാട്ടൊക്കെ തയ്യാറാക്കണം, അതിൻ്റെ വരികളൊക്കെ ഒന്ന് പാടി നിങ്ങളെ കേൾപ്പിക്കണം എന്നൊക്കെ ഉള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നല്ല നല്ല പാട്ടുകളുണ്ടാവും. അപ്പോൾ ഇന്ന് ഞങ്ങൾ എവിടേക്കാണ് പോകണമെന്നുള്ളത് നമ്മൾ വഴിയെ വീഡിയോയിൽ പറയാം, കാണിച്ചു തരാം. നല്ലൊരു സ്ഥലത്തേക്കാണ്. മലപ്പുറം ജില്ലയിൽ ഒരുപാട് ആളുകൾക്ക് വന്നിരിക്കാനും കാണാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം, അല്ലേ? ഞങ്ങളുടെ ഫാമിലി ഇതാണ്. എല്ലാവരും ആയി കൊടുക്ക്. ചിപ്പോ ചിപ്പോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളെ ചാനലിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഞങ്ങൾ തന്നെ പാട്ടുകളുടെ വരികൾ എഴുതിയിട്ട് ഞങ്ങൾ തന്നെ പാടുന്ന ഒരു പരിപാടിയാണ്, സംഗീതമൊക്കെ നൽകി. അപ്പോൾ സുൽത്താൻ ഫാമിലി മ്യൂസിക് എന്നാണ് ആ ചാനലിൻ്റെ പേര്. അപ്പോൾ വ്ളോഗിലും ഞങ്ങളുണ്ടാകും, അതിൽ ഞങ്ങളുടെ പാട്ടുകൾ ഉണ്ടാകും. ഞങ്ങൾ രണ്ടാളും പാട്ടുകൾ എഴുതും. അതുപോലെ ഞാൻ മുമ്പ് പാടിയ പാട്ടുകളൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ്. എൻ്റെ ഒരുപാട് ക്യാസറ്റുകളുണ്ട്. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് ഇറങ്ങിയ ഒരുപാട് ക്യാസറ്റിലെ പാട്ടുകളാണ്. ആ പാട്ടുകളൊക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അത് ഒന്ന് പാടി കേൾപ്പിക്കണം എന്നുണ്ട് രണ്ടാമതൊന്ന് വീഡിയോയിൽ വന്നിട്ട്. അതിനുശേഷം പുതിയ പുതിയ പാട്ടുകൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പാട്ടുകളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നല്ല രീതിയിലുള്ള എല്ലാവിധ സഹകരണവും നിങ്ങൾ ഞങ്ങൾക്ക് നൽകണം. പിന്നെ അപ്പോൾ ഏതായാലും നമുക്ക് യാത്രയിൽ ഇങ്ങനെ സംസാരിച്ച് പോവാം. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളപ്പോൾ വെട്ടിച്ചിറ എത്തി. വെട്ടിച്ചിറ ടോൾ പാസ്, പുതിയ ടോളാണിത്. ഇവിടുന്ന് നമ്മൾ 6 വരിപ്പാതയിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇങ്ങനെ കയറി ഇതാ നമ്മൾ ടോൾ പാസ് കഴിഞ്ഞ് ഇങ്ങനെ ഇതാ പോവുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ വട്ടപ്പാറ മേൽപ്പാലത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. ഇങ്ങനെയുണ്ട് കാഴ്ചകളൊക്കെ, രസമല്ലേ? അപ്പോൾ പാട്ടും പാടി ഇങ്ങനെ പോകാൻ പറ്റിയ റോഡുകൾ ഉണ്ടാക്കി തന്നെ സർക്കാർ. ഏതോ വിദേശ രാജ്യത്തിലൂടെ പോണ ഒരു ഫീ. കണ്ണെത്താ ദൂരം വരെ പോകാം, കാണാത്ത കാഴ്ചകളോ കാണാം, കാണാത്ത കൺമണിയെ കാണാം, ഉള്ളിലുള്ള പ്രണയമെല്ലാം നൽകാം. മുല്ലപ്പൂ മണം ചൂടി വരും കാറ്റേ, പണ്ടത്തെ പാട്ട് നീയൊന്നു പാട്, മുറ്റത്തെ മാവിൻ കൊമ്പിൽ പാടും തത്തമ്മേ നീയും കൂടൊന്നു പാട്. വണ്ടി ഓടിക്കലും പാട്ടുമായിട്ടേ പാട്ട് പാടാൻ പറ്റില്ല. സൈഡിൽ കൂടെയൊക്കെ കാറ് ഉണ്ടാവും, ഭയങ്കര സ്പീഡിൽ കയറി വരികയാണ്. അപ്പം എന്നാലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പാടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോൾ നമ്മളിങ്ങനെ ഏകദേശം എത്താറായിട്ടുണ്ട്. ഏകദേശം കേട്ടോ, ഇനി ഇവിടുന്ന് കുറച്ച് പിന്നെ എവിടെ. അപ്പോൾ നമ്മൾ പൊന്നാനി നമ്മളാ പഴയ ടൗണിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇടുങ്ങിയ പഴയ പാലൊക്കെ സുഹൃത്തുക്കളെ, നൊസ്റ്റാൾജി ഇപ്പോഴും അതേപോലെ തന്നെ. ആ ബോട്ടൊക്കെ ഉണ്ടല്ലോ. നമ്മളാ പഴയ അങ്ങാടിയാണ് കാണുന്നത്. ഒരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല. ഇതന്നെ അതിൻ്റെ ആ ഭംഗി അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ആ പഴയ ഓർമ്മകളിലേക്ക് അങ്ങോട്ട് പോയി. നമ്മുടെ നാട് ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ കടകളും ആ സൈക്കിളിലൊക്കെ ആൾക്കാർ. നല്ല രസമായിട്ട്. മലപ്പുറത്ത് ഇതേപോലെ സ്ഥലമുണ്ട്, വല്യങ്ങാടി. മലപ്പുറം വല്യങ്ങാടിയിൽ ഇതുപോലെ ഒരു ഏരിയ ഉണ്ട്. ഒരുപാട് മഹാന്മാർ ഉറങ്ങുന്ന മണ്ണാണ് പൊന്നാനി. യമനിൽ നിന്നും അതുപോലെ തന്നെ മദീനയിൽ നിന്നൊക്കെ വന്ന ഒരുപാട് മഹാന്മാർ കിടക്കുന്ന കേട്ടോ. ഇവിടെയൊക്കെ മഹാന്മാരുണ്ട്. മഹാന്മാർ കിടക്കുന്ന മണ്ണാണ്. അപ്പം നമ്മൾ കർമ്മ റോഡിലേക്ക് കയറുകയാണ്. ഇവിടെയാണ് നമ്മൾ ആലിൻകൂട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതാ ആലിൻകൂട്ടം. ഇത് നമുക്ക് അവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോവാം. ഇവിടെ ആരൊക്കെ ഉണ്ട്, കാഴ്ചകൾ കാണണമെങ്കിൽ ഇങ്ങോട്ട് വാടാ. തോണികൾ ഇങ്ങനെ കൂട്ടിയിട്ടൊക്കെ. കുട്ടികളതിൻ്റെ ഇടയിൽ കൂടി വീണ നോക്കണം കേട്ടോ.
കായലിൻ കരയിലെ തോണി പോലെ പാട്ട് പാടി കണ്ട കുട്ടി പാടി. അപ്പോൾ നമ്മളിങ്ങനെ കർമ്മ റോഡിലേക്ക് പോവാണ്. അവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് പാലം ഇറങ്ങി കേട്ടോ. കായലിൻ്റെ ഏരിയ ഭയങ്കര രസം തന്നെ കാണാൻ. ഇനി നമുക്ക് അവിടെ എവിടെയൊക്കെ പോയിട്ട് ഒരു ചായ ഒക്കെ കുടിക്കാം. നല്ല വിഷ്വൽസൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ഇവിടെ ഒന്നും പാർക്കിംഗ് ഇല്ല അല്ലേ? കുറച്ചങ്ങോട്ട് പോയാലോ? എടേ കുറച്ചങ്ങോട്ട് പോവല്ലേ? അതോ അവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. ഓക്കെ പോയി നോക്കാം. മറ്റേ അന്ന് പണ്ട് അവിടെ വേറെ ഒരു സ്ഥലത്ത് ബോട്ട് അപകടം ഉണ്ടായില്ല. അതിന് ശേഷം ഇവിടുത്തെ ഇതൊക്കെ കുറച്ചു വരെ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമൊക്കെ ചെയ്താൽ മതി എന്നുള്ള രീതിയിലാക്കി. അതുകൊണ്ട് അവിടുത്തെ കുറഞ്ഞത്. തോണി നമ്മൾ ബോട്ട് സർവീസ് കയറാൻ പോലെ ഇവർക്ക് ആഗ്രഹം കിട്ടും ബോട്ടിലൊക്കെ ഒന്ന് കയറാനല്ലേ. ബോട്ടിൽ കയറാൻ തീരുമാനിച്ച സ്ഥിതിക്ക് സേഫ്റ്റിയും കൂടി നോക്കണമല്ലോ. അപ്പോൾ എല്ലാവരും ജാക്കറ്റൊക്കെ ധരിച്ച് സെറ്റപ്പ് ആവാനുള്ള പരിപാടിയിലാണ്. കാരണം അതിൽ ബോട്ടിൽ പല ആളുകളും ഇതൊന്നും ധരിക്കാതെ ഇരിക്കുന്നുണ്ട്. അഥവാ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല. അപ്പോൾ കുറച്ച് നേരമെങ്കിലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമല്ലോ എന്ന് കരുതി വലിയ വലിയ ജാക്കറ്റൊക്കെ ഇട്ട് മക്കളൊക്കെ കുത്തി കയറ്റുന്നുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്ത് പിന്നെ അവരുടെ ഈ ബോട്ടിൻ്റെ താഴെ നല്ല ജാക്കറ്റുകളൊക്കെ കുറേ ഉണ്ട്. പക്ഷെ അതൊക്കെ തിരഞ്ഞ് നമ്മൾ എടുക്കണം. കിട്ടിയ ജാക്കറ്റൊക്കെ വലിച്ച് കയറ്റുകയാണ് ഇപ്പോൾ. വളരെ തകൃതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തിരിച്ചൊക്കെയാണ് ഇടുന്നത്. വലിയ ജാക്കറ്റാണ് ഇതൊക്കെ. അപ്പം ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിട്ട് കസേരയിലേക്ക് കയറിയിരിക്കുന്നുണ്ട് മക്കൾ. ഇനി നമുക്ക് ബോട്ടിൻ്റെ അകത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ നല്ല സെറ്റപ്പ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളൊക്കെ. കണ്ട ഇവിടെ ഒന്നും ആരും കയറിയിട്ടില്ല. എല്ലാവരും മുകളിൽ കയറിയിരിക്കുകയാണ്. ഈ മകളിൽ കയറിയിരിക്കണ തന്നെ വലിയ അപകടമാണ്. കണ്ട ബോട്ടിൻ്റെ ഉള്ളിൽ നല്ല നല്ല സെറ്റപ്പായി ചെയ്തിട്ടുണ്ട് അവർ. കണ്ട ജാക്കറ്റുകളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ പറ്റിയ തരത്തിലുള്ളതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ തന്നെ ഇവിടെ വന്ന് തിരഞ്ഞെടുക്കണം. ശരിക്കും ഇവരെ ചെയ്തു തരേണ്ടതൊക്കെ. എന്തായാലും കണ്ട മറ്റൊരു ബോട്ട് പോണ കാഴ്ച നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ വളരെ ആഴം കുറവാണെന്ന് അവർ പറഞ്ഞു. അതിൻ്റെ അടിയിൽ മണലാണ് അത്രേ. അപ്പോൾ നമ്മുടെ കൊച്ചിയിലുള്ള പോലെ ഒന്നുമല്ല. അത്ര പേടിക്കാനൊന്നുമില്ല. പിന്നെ ചുറ്റുവട്ടത്തും തോണിക്കാരും മറ്റ് ബോട്ടുകളൊക്കെ ഉണ്ടായതുകൊണ്ടേ അപകടമൊക്കെ തരണം ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. സേഫ്റ്റി ഉണ്ട്. ഏതായാലും ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. എല്ലാവരും വരിക, എൻജോയ്മെൻറ്റ് ചെയ്യുക. ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കാണ് ഇവിടെ. എല്ലാവരും ഇങ്ങനെ കാഴ്ച കണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബോട്ടൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചൊന്ന് ഓടിച്ചൊക്കെ നോക്കി. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരമൊക്കെ നമുക്ക് ബോട്ട് വേണമെങ്കിൽ ഓടിക്കാം. ആളുകളൊക്കെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹാർബർ കാണുന്നത് പൊന്നാനി. നമ്മൾ മറ്റൊരു ബോട്ട് നമ്മളെ പാസ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും നല്ല രസമാവും. പിന്നെ ടിക്കറ്റ് വലിയ ടിക്കറ്റൊന്നുമില്ല. ഞങ്ങൾ 200 രൂപക്കാണ് 5 പേര് കയറിയത്. ചില സമയത്ത് അവർ ആളിന് 100 രൂപ ഒക്കെ പറയുമെങ്കിലും നമ്മൾ വേണ്ടാന്നൊക്കെ പറയുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നമ്മളെ ബോട്ടിൽ കയറ്റും. നമ്മൾ ബോട്ടൊന്ന് ഓടിച്ചു നോക്കുകയാണ്. ഏതായാലും ജീവിതത്തിൽ ഇങ്ങനെ കിട്ടുന്ന സന്ദർഭങ്ങൾ നമ്മൾ മുതലാക്കണമല്ലോ.
മുകളിലിരിക്കുന്ന ആൾക്കാരെ അറിയണില്ല ഞാനാണ് ഓടിക്കണതെന്നുള്ളത്. ഓരല്ല കാഴ്ച കണ്ടിരിക്കുക നമ്മൾ ബോട്ട് ഓടിക്കണത്. ശരിക്കും ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം ഇതൊക്കെ പിന്നെ നിയമവിരുദ്ധമാണ്, പ്രശ്നമാണ്. അപ്പോൾ ആരും അനുകരിക്കരുത്. സുൽത്താൻ ഇങ്ങനെ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാണ്. സുൽത്താനെ ആ ഞാനൊന്ന് ചെന്ന് കൊടുത്ത്. അപ്പോൾ എല്ലാവരും ഈ സ്ഥലത്ത് വരണം കേട്ടോ. അത് കർമ്മ റോട്ടിലാണ്, നമ്മളെ പൊന്നാനി. നമ്മൾ ചിപ്പൂസ് ഒന്ന് വണ്ടി ഓടിക്കുന്നുണ്ട്. കുറച്ച് ആളുകൾ അതിൻ്റെ ഉള്ളിൽ ഒന്ന് പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ചെയ്യാണ്. നമുക്ക് ആ പാട്ട് ഇതിൽ കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ, കാരണം യൂട്യൂബ് പിന്നെ മറ്റ് പാട്ടുകൾക്കൊക്കെ ചിലപ്പോൾ നമ്മളെ ബ്ലോക്ക് ചെയ്ത് കളയും. ഏതായാലും ബോട്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി, അടിപൊളിയായി. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കേട്ടോ, ഒറ്റയ്ക്ക് എടുത്ത് പോവുകയാണെങ്കിലും ഇങ്ങനെ പോവുകയാണെങ്കിലൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ബോട്ട് സർവീസ് യാത്ര കഴിഞ്ഞ് കരക്കെത്തി. അപ്പോൾ സുഹൃത്തുക്കളെ ഐസ്ക്രീം തീറ്റയിലാണ്. സുൽത്താൻ ഐസ്ക്രീം മേടിച്ചാണ്. സുൽത്താൻ ഐസ്ക്രീം കഴിക്കുന്നത്. ഐസ്ക്രീം ചൂടായിട്ട് നിങ്ങളെ നൊസ്റ്റാളജി നമ്മളെ പഴയ മിഠായികൾ ഇതാണ് അവിടെ ഇഷ്ടം പോലെ. അതൊക്കെ എന്തേ കടല പാക്കറ്റ് അല്ലേ? നാരങ്ങ മിഠായി. ഇതൊക്കെ എന്താണ്? ഇതോ? ഇത് പഞ്ചസാര മിഠായി, കടിച്ചാ പറിച്ചി. ഇത് പഞ്ചസാര മിഠായി, ഇത് കടല, നാരങ്ങ മിഠായി. ഇപ്പൊ സാധാ കടല ഉണ്ടോ? അതാ ഇതുണ്ട് പച്ചക്കടല. ആർക്ക് ഏതാ വേണ്ടത്? ഏതാ വേണ്ടത്? ഏത്? നാരങ്ങ മിഠായിയോ? നാരങ്ങ മിഠായി ഉണ്ട്. കടലെടുക്കേ എടുക്ക കാണിച്ചു കൊടുക്ക്, വീഡിയോ കാണിച്ചു കൊടുക്ക്. നാരങ്ങ മിഠായി എടുത്ത് ആന്ന് പറയും. നാരങ്ങ മിഠായി എടുത്ത് നിങ്ങൾ വീട്ടിലുണ്ടാക്കണ കണ്ട വേറെ കമ്പനി സാധനം പോലെ കമ്പനിയാ. ഈ കടലൊക്കെ വീട്ടിലാണല്ലേ? പഞ്ചസാര ശർക്കര കടലൊക്കെ നമ്മള് ഉണ്ടാക്കണേ. ഒന്നുകൂടി പറഞ്ഞാ നിങ്ങൾ മിഠായിന്റെ പേര്. ഞങ്ങള് പെരിന്തൽമണ്ണ. അല്ല, ഇതിന് മുന്നേ ഒന്നുണ്ട്. ഇല്ലല്ല, പുറത്തൊന്നും പോയില്ല. ഇവിടെ തന്നെ, ഇവിടുത്തെ ഓരോ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ രസാക്കാൻ വിചാരിച്ച് പോകും. കൊണ്ടടാ കടല തരി. അതെ, കടല എനിക്കാകെ സുഹൃത്തുക്കളെ ഇവര് കടല തന്നാടിരിക്കുന്നത്. ലൈവിൽ ഇതൊക്കെ പറയട്ടോ, കടല തന്നതൊക്കെ. ഇപ്പൊ അവിടെ എന്താ കടല? അതാ കടല, അവിടെ കടല. ഇത് കുറച്ച് കൊടുക്കോ, ഇവർക്ക് കൊടുക്കോ? അപ്പൊ കടലയും നാരങ്ങ മിഠായി കഴിക്കണം അവിടെ ഇരുന്നിട്ട്. അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ തിരിച്ചു പോരുകയാണ്. ഒരുപാട് വൈകി, ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ പുതിയ 6 വരി പാതയാണ്, ലൈറ്റുകളൊക്കെ തെളിഞ്ഞു. അപ്പോൾ ഏതായാലും സുൽത്താൻ ഫാമിലി വ്ളോഗിൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നല്ല നല്ല വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോസാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.